നമ്മുടെ തലച്ചോറിൻ്റെ പരിണാമം തലച്ചോറിൻ്റെ ഏറ്റവും മധ്യഭാഗത്തു നിന്നും പുറത്തേക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തലച്ചോറിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് റെപ്റ്റീലിയൻ ആർ കോംപ്ലക്സ് കാണാം. ആ റെപ്റ്റീലിയൻ ആർ കോംപ്ലക്സ് ആണ് നമ്മുടെ അഗ്രഷൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള മൃഗീയമായിട്ടുള്ള ചേഷ്ടകളുടെ കാരണമായി മാറുന്നത്. കൂടാതെ പരിസര പ്രദേശങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുക, മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുക, അവരെ ആക്രമിക്കുക, ഇതൊക്കെ ഈ ആർ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരു ഉരഗജീവിയുടെ അല്ലെങ്കിൽ ഒരു മുതലയുടെ തലച്ചോറായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ പുറം ഭാഗത്തായിട്ട് വരുന്നത് മമേലിയൻ ബ്രെയിനാണ്, അല്ലെങ്കിൽ ഒരു സസ്തനിയുടെ ബ്രെയിനാണ്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും കാരണക്കാരനായി മാറുന്നത്. നമുക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കുഞ്ഞിനെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ശുശ്രൂഷിക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ്. അതിൻ്റെ പുറം ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് സെറിബ്രൽ കോർട്ടെക്സ് കാണാൻ കഴിയുക. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് ചിന്തിച്ച് വിശകലനം ചെയ്യാനുള്ള പാഠവും സെറിബ്രൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരം. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.